നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ മികച്ചൊരു വിജയം 3-0 മാർജിനിൽ ജയിച്ചു കയറിയല്ലോ ഹെയ്ത്തിക്കെതിരെ. ഒരു പെർഫെക്റ്റ് പെർഫോമൻസ് ആണ് എന്നൊന്നും പറയുന്നില്ല. അതിപ്പോൾ ഞാൻ ആ ക്വിക്ക് റിവ്യൂവിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മളത് പറഞ്ഞിരിക്കുന്നില്ല. മറിച്ച് ഈ കളിയിലെ ബ്രസീൽ താരങ്ങളുടെ പ്രകടനം നമ്മൾ നോക്കുമ്പോൾ മികച്ച പ്രകടനം നടത്തിയ രണ്ടുപേരെ നമുക്ക് കാണാതെ പോകാൻ വയ്യ. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാലോ. ആ രണ്ടുപേര്, ഒന്ന് മാത്യൂസ് കുഞ്ഞയും മറ്റൊരാൾ വിനി ജൂനിയറുമാണ്. രണ്ടുപേരും പൊളിച്ചടുക്കിയ പെർഫോമൻസാണ് ഈ കളിയിൽ നടത്തിയിട്ടുള്ളത്. കളിയുടെ ആദ്യ പകുതിയിൽ ബ്രസീൽ നേടിയ ഗോളുകൾ ഇവരിലൂടെ വന്നതാണ്. കുഞ്ഞയുടെ 2 ഗോളുകൾ, വിനിയുടെ 1 ഗോൾ. പക്ഷേ വിനിയുടെ ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റൊരു ഗോളിനും വഴിവെച്ചത് വിനി തന്നെയാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഏതായാലും ഈ കളിയിലെ വിനിയുടെ പെർഫോമൻസ് ആദ്യം നോക്കാം. 1 ഗോളും 1 അസിസ്റ്റും, 3 ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തു. 2 എണ്ണം ഓൺ ടാർഗറ്റിലേക്കാണ്. ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 2 സക്സസ്ഫുൾ ഡ്രിബിളിംഗ് നടത്തി. sofascore.com അദ്ദേഹത്തിന് കൊടുത്ത റേറ്റിംഗ് 8.1 കുഞ്ഞ 2 ഗോളുകൾ. ആ 2 ഗോളുകൾ ബ്രസീലിന് നിർണായകമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം പറഞ്ഞാൽ 2 ഗോള്, അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റഡ് ഗോൾസിൻ്റെ ആവറേജ് വരുന്നത് 0.73 ആണ്. 5 ഡ്യുവൽസിൽ 4 എണ്ണം വിൻ ചെയ്തു. 2 ടാക്കിളുകൾ, 3 ഡിഫൻസീവ് ആക്ഷൻസ് അദ്ദേഹം നടത്തി. 9.2 അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള റേറ്റിംഗ്. ലൂക്കാസ് പക്വറ്റ് മോശമല്ലാത്ത പ്രകടനമാണ് ഈ ഒരു കളിയിൽ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ വക അസിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. 2 കീ പാസുകൾ കൊടുത്തു. 48 പാസുകൾ, 45 എണ്ണം ലക്ഷ്യത്തിലേക്ക്, 3 ഇൻ്റർസെപ്ഷൻസ് നടത്തി. സൂപ്പർ പെർഫോമൻസ് അദ്ദേഹം നടത്തി. 7.5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ഇനി ഓരോ ബ്രസീലിയൻ താരങ്ങളുടെയും അതുപോലെ മൊത്തം ബ്രസീൽ ടീമിൻ്റെയും റേറ്റിംഗ് നോക്കിയാണ്. ബ്രസീൽ ടീമിൻ്റെ മൊത്തം പ്രകടനത്തിന് sofascore.com നൽകിയ റേറ്റിംഗ് 7.24 ആണെങ്കിൽ ഹെയ്ത്തിയുടെ പ്രകടനത്തിന് റേറ്റിംഗ് 6.34 ബ്രസീലിലെ ഓരോ താരങ്ങളുടെ റേറ്റിംഗ് പോയാൽ ഗോൾ കീപ്പർ ആലിസൺ ബെക്ക് 7.5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ഡിഫൻസിൽ ഡാനിലോ 6.8, മാർക്കിഞ്ഞോസ് 7.9, ഗബ്രിയൽ മെഗല്ലസ് 7.6, ഡഗ്ലസ് സാൻഡോസ് മോശമല്ലാത്തൊരു പ്രകടനം അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ വിങ്ങിൽ കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു റേറ്റിംഗ് 6.8. മധ്യനിരയിലേക്ക് വരുമ്പോൾ ബ്രൂണോ ഗുയിമാരസും കാസിമിറോയും ലൂക്കാസ് പക്വറ്റുമാണ് കളിച്ചത്. ബ്രൂണോ ഗുയിമാരസിൻ്റെ റേറ്റിംഗ് 7.3, കാസിമിറോയുടേത് 7.4. പക്ഷേ കാസിമിറോ അത്ര ഒരു മികച്ച പെർഫോമൻസ് നടത്തി എന്നത് നമുക്ക് കളിയിൽ അത്ര വിസിബിൾ ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്വറ്റുടേത് 7.5 അദ്ദേഹത്തിൻ്റെ വക അസിസ്റ്റ് ഉണ്ടായിരുന്നു. മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. റാഫീഞ്ഞ 6.3 ഈ കളിയിൽ നിരാശപ്പെടുത്തിയൊരു കളിക്കാരൻ റാഫീഞ്ഞയാണ്. അദ്ദേഹത്തെ പരിക്ക് കാരണം നേരത്തെ പിൻവലിക്കുകയും ചെയ്തു. ബ്രസീൽ ഒരുപക്ഷെ കൺസേണിംഗ് ആയിട്ടുള്ളൊരു കാര്യം റാഫീഞ്ഞയുടെ ഫോമും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള പരിക്കുമായിരിക്കും. മുന്നേറ്റത്തിലാണെങ്കിൽ മാത്യൂസ് കുഞ്ഞയുടെ റേറ്റിംഗ് 9.2 മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ 2 ഗോളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ വിനി ജൂനിയറുടെ റേറ്റിംഗ് 8.1 ഗോളും അസിസ്റ്റുമായിട്ട് അദ്ദേഹം തിളങ്ങി. ബ്രസീലിലെ സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോയാൽ റയാന നേരത്തെ കളിക്കളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. റാഫിഞ്ഞയ്ക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് റേറ്റിംഗ് 6.5. എൻട്രിക്കിൻ്റെ റേറ്റിംഗ് 6.4. എൻട്രിക്ക് വന്നു, 3 ഫിനിഷൊക്കെ ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഓഫ് സൈഡായി പോയി. ദെൻ ഗബ്രിയൽ മാർട്ടിനിൽ 64-ാമത്തെ മിനിറ്റിൽ ലൂക്കാസ് പക്വറ്റയ്ക്ക് പകരം വന്നാണ്. റേറ്റിംഗ് 7.3. നല്ലൊരു ഷോട്ട് ഉണ്ടായിരുന്നു, പോസ്റ്റിൽ നിന്ന് വിറച്ചു. ദെൻ എഡേഴ്സൺ 81-ാമത്തെ മിനിറ്റിൽ വന്നു. റേറ്റിംഗ് 6.4. ഡാനിലോ സാൻഡോസ് 81-ാമത്തെ മിനിറ്റിൽ വന്നു. റേറ്റിംഗ് 6.8. മൊത്തത്തിൽ ബ്രസീൽ നല്ല പ്രകടനമാണ് ആദ്യ പകുതിയിൽ നടത്തിയത്. 2ാം പകുതിയിൽ അത്ര മികച്ചതായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.